ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി ഹയ്യർ ടീച്ചിങ്സ്, ഹയ്യർ ആയിട്ടുള്ള സ്പിരിച്വൽ കുറച്ച് പ്രോപരമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പം ഞാനതിനൊരു സമയം വരട്ടെ അപ്പം പിന്നെ എനിക്ക് തോന്നി അങ്ങനെ കാത്തുനിന്നൊരു കാര്യമില്ല. കാരണം അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യുന്ന സംഭവം അല്ലെങ്കിൽ കൂടി അതിനെക്കുറിച്ചാണ് ആ ടീച്ചിങ്സ് ആവശ്യമുള്ള കുറച്ച് ചെറിയ വിഭാഗങ്ങളുണ്ടാവും. ഓർക്കെങ്കിലും ഒരു ഗുണമാവട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം വെച്ചാൽ അത്രയും എന്താ പറയുക, ഹയർ ടീച്ചിങ്സ് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്, അത് നമുക്ക് അവതരിപ്പിക്കാൻ പാടാണ്. കാരണം അവിടേക്ക് അങ്ങനെ എന്താ പറയുക, എല്ലാവരും അതിന് ഷെയർ ചെയ്യുന്ന സംഭവങ്ങളല്ല. പക്ഷേ ആ ഒരു പാത്തിൽ പോകുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾ സ്പിരിച്വലി വല്ലാണ്ട് അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യാനും മറ്റ് സ്പിരിച്വലി ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞ സംഭവം ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് പോകാനും പെട്ടെന്ന് സഹായിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പറ്റിയൊരു സംഭവം അല്ല, പക്ഷേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഹയർ ടീച്ചിങ്സ് പറയുന്നത് കാരണം തന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ ഓഷോൻ്റെ കാര്യങ്ങൾ, ഓഷോ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് കൂടി ഒരു ഇതാണ്, ഒരു എന്താ പറയുക, ഒരു കൂരിത്തരിപ്പാണ്. ആ സംഭവം ഒരു പഞ്ച് ഡയലോഗാണ്, ഒരു മാസ് ആ സംഭവം അതിൽ വരുന്നുണ്ട്. പിന്നെ സാധാരണ ഇപ്പം എസ്പെഷ്യലി ഗേൾസൊക്കെ പറഞ്ഞ ഒരു ടിൻ ഫ്ലെയിം, സോൾമേറ്റ്, ഇതൊക്കെയാണ് ഒരു വീക്ക് പോയിന്റ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം ബോയ്സ് അങ്ങനെ ചോദിക്കൽ പൊതുവെ കുറവാണെങ്കിലും ഗേൾസാണ് അധികവും ടിൻ ഫ്ലെയിം സോൾമേറ്റ്സിനെ കുറിച്ച് നമുക്ക് അധികം എൻക്വയറി വരാറ്. അപ്പം അതുമല്ലാണ്ട് സേക്രഡ് ടീച്ചിങ്സ് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹയർ ടീച്ചിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മതത്തിലും ഒക്കെ പറഞ്ഞ സംഭവങ്ങളാണ്. പക്ഷേ അവർ പറയുന്നതും അവതരിപ്പിച്ചതുമായ രീതികൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു കോർ എങ്ങനെയാണ് പക്കാ സ്പിരിച്വൽ ആ ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പോണത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹയർ വേൾഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതാണ് ഭയങ്കര ടഫാണ്. കാരണം ഒരാളെ കൺവിൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് വരാം, ഒരുപാട് പുതിയ ടേംസ് വരാം, കൺഫ്യൂഷൻസ് വരാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ പുതിയ വേറെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി പഠിക്കുക എന്ന് പറഞ്ഞ സംഭവം ഒരു സ്പിരിച്വാലിറ്റിൻ്റെ ഒരു ഫേസ് ഉണ്ട്, വളരെ പൂക്കളും പുഴകളും ലവ് ആൻഡ് ലൈറ്റ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്പിരിച്വാലിറ്റിൻ്റെ ഫേസ് ഉണ്ട്. ഡീപ്പർ സ്പിരിച്വൽ ടീച്ചിങ്സ് പറഞ്ഞാൽ അത് ഭയങ്കര ടഫ് തന്നെയാണ്. സാധാരണക്കാർക്ക് അങ്ങോട്ട് എന്താ പറയുക, കൺവിൻസ് ആക്കാനും നമുക്കത് അവതരിപ്പിക്കാനും എല്ലാം ഭയങ്കര പാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല സ്പിരിച്വൽ ഹയർ ടീച്ചിങ്സും ആൾക്കാർ ഫസ്റ്റ് തന്നെ പുറത്ത് കൊടുക്കാത്തത്. അവരൊരു ലെവലെത്തി അപ്ഗ്രേഡ് വലിയൊരു, കാരണം ഓരോ സ്റ്റേഷനും ഫസ്റ്റിൻ്റെ ബേസിക് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ഉണ്ടാവും, അതിൻ്റെ അങ്ങനെയാണ് പിന്നെ ഒരു ഹയർ ടീച്ചിങ്സിലേക്ക് പോകുന്നത്. അപ്പം അതിന് മുന്നേ എന്താ പറയുക, സ്പിരിച്വാലിറ്റി എന്ന സംഭവം ജസ്റ്റ് തിയററ്റിക്കൽ നോളജ് മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ ചെയ്തു പഠിക്കണം. അപ്പോൾ അതിനായിട്ട് ഓരോ ക്രിയകൾ, ഓരോ പ്രാക്ടീസസ്, ഓരോ ടൈം മെഡിറ്റേഷൻസ്, അങ്ങനെയൊക്കെയാണ് ഓരോ സ്പിരിച്വൽ സ്കൂളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എല്ലാ സ്പിരിച്വൽ സ്കൂൾസും, കാരണം മെയിനായിട്ട് നിൽക്കുന്ന ഒരുവിധം എല്ലാ സ്പിരിച്വൽ സ്കൂൾസും ഫോളോ ചെയ്യുന്നൊരു ട്രൂത്ത് ഉണ്ട്, പല റിലീജിയൻസിൻ്റെ ഇന്നർ ടീച്ചിങ്സിലുള്ള ട്രൂത്ത്. അതിലേക്കുള്ള ഒരു വീഡിയോ, അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം കാരണം സോൾ എന്താണ് അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി. സോൾ എന്താണ്, ആ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ, വേൾഡ് എന്ന് പറയുന്ന സംഭവങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ഒരു സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മൾ ശരിക്കും വന്നിരിക്കുന്നത് ഹയ്യർ വേൾഡ്സ് എന്നാണ് വേണം പറയാം. നമ്മൾ വെച്ചാൽ ഭൂരിഭാഗം പേരും ഹയ്യർ വേൾഡിൽ നിന്നാണ് ഇവിടെ എത്തിയെന്ന് വേണം പറയാം. അപ്പോൾ ഹയ്യർ വേൾഡ് എവിടെയാണ്, നമ്മൾ നിൽക്കുന്ന വേൾഡ് എവിടെയാണെന്നാണ് അവിടെ തന്നെ തുടങ്ങും കൺഫ്യൂഷൻ. ഇപ്പോൾ ഹയ്യർ വേൾഡ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടെലിസ്കോപ്പ് കൂടെ പോയൊക്കെ നോക്കിയാൽ അങ്ങനെയൊന്നും കാണാൻ പറ്റിയ സംഭവങ്ങളല്ല. അത് നമ്മുടെ കോൺഷ്യസ്നെസ്, എല്ലാവരും അത് പറയാറുണ്ട്. കാരണം കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യണം. എന്താണ് ഈ കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം നമുക്ക് പല ബോഡീസ് ഉണ്ട്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫിസിക്കൽ ബോഡി ഉണ്ട്. ഫിസിക്കൽ ബോഡിനെ കൊണ്ട് നമുക്ക് ഫിസിക്കൽ ലോകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുവിധ എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ ലോകത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ബോഡി വേണം. ഫിസിക്കൽ ബോഡി കൂടാതെ നമുക്കൊരു 7 ബോഡീസ് ഉണ്ട്. 7 ബോഡീസ് അതിൻ്റെ ബിയോണ്ടായിട്ട് വേറെ പലതും പറയുന്നത്. പക്ഷേ നമുക്ക് മെയിനായിട്ട് പറയുന്നത് 7 ബോഡീസ്. അതിൽ 3 ബോഡീസിലാണ് നമുക്ക് മെയിനായിട്ട് ആക്സസ് ഉള്ളത്. അപ്പം കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഫിസിക്കൽ ബോഡി നമുക്കറിയാം, അത് വെച്ചിട്ട് നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ചുറ്റുമുള്ളത് ഒരു ആസ്ട്രൽ ബോഡി എന്നാണ്. ആസ്ട്രൽ ബോഡിയിലാണ് നമ്മുടെ ഇമോഷൻസ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇമോഷൻസ് പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അതെല്ലാം കിടക്കുന്നത് നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയിലാണ്.
നിങ്ങളുടെ ഡിസയേഴ്സ്, നിങ്ങളുടെ വിഷമങ്ങൾ, എല്ലാത്തരം ഇമോഷണൽ പരമായിട്ടുള്ള സാധനം കിടക്കുന്നതും ആസ്ട്രൽ ബോഡിയിലാണ്. അപ്പം ആസ്ട്രൽ ബോഡി കൊണ്ട് നമുക്ക് ആസ്ട്രൽ വേൾഡിൽ സഞ്ചരിക്കാൻ പറ്റും. അപ്പം നിങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്, ഞാൻ പറയാറില്ലേ. കാരണം വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, അപ്പം ഫിസിക്കൽ ബോഡിക്ക് റെസ്റ്റ് വേണം. അത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സോൾ പോകുന്നത് നേരെ ആസ്ട്രൽ. കാരണം ആസ്ട്രൽ വേൾഡ് എങ്ങോട്ടോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിൽക്കുന്ന, ഇപ്പോൾ ഈ ഒരു റൂമാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ആസ്ട്രൽ റൂമുണ്ട്, ഇവിടെ തന്നെ ഒരു മെൻ്റൽ റൂം, ഈ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോഡി റെസ്റ്റ് ചെയ്യാൻ, ഫിസിക്കൽ ബോഡി റെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആസ്ട്രൽ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആസ്ട്രൽ വേൾഡിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആസ്ട്രൽ വേൾഡ് എത്രത്തോളം സഞ്ചരിക്കുക വെച്ചാൽ ആ സോളിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ പവർ അനുസരിച്ച്. ഇപ്പോൾ വലിയ വലിയ മുനിമാരൊക്കെ ആണെങ്കിൽ അവരെല്ലാ ലോകത്തും പോയി വരും. പക്ഷേ സാധാരണക്കാരാണ് അത്ര അങ്ങോട്ട് ആക്സസ് കുറവാണെന്ന് പറയാം. അത്ര സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. കാരണം ആസ്ട്രൽ വേൾഡിൽ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ആസ്ട്രൽ ബോഡി വേണം. അതുപോലെ തന്നെയാണ് മെൻ്റൽ വേൾഡ്. ഇപ്പോൾ നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് അറിയും. മനസ്സ് എവിടെയാണ്, ബ്രെയിനിലാണോ മനസ്സ്, അങ്ങനത്തെ പല ചോദ്യങ്ങളുണ്ട്. ഹൃദയത്തിലാണത്. പക്ഷേ ഒരു കോർ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ മെൻ്റൽ ബോഡി എന്ന് പറഞ്ഞൊരു ബോഡി നമുക്കുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ കാൽക്കുലേഷൻ പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും, നമ്മുടെ ക്രിയേറ്റിവിറ്റി പരമായ ഇമാജിനേഷൻസ്, എല്ലാ സംഭവവും കിടക്കുന്നത് നമ്മുടെ മെൻ്റൽ ബോഡിയിലാണ്. അപ്പോൾ മൈൻഡ് എവിടെയാണ് എന്നുള്ള ചോദ്യം ഒക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ്, നമ്മുടെ മെൻ്റൽ ബോഡിയിലാണ് നമ്മുടെ മൈൻഡ് പരമായിട്ട് എല്ലാ സംഭവവും ഒടുങ്ങിയിരിക്കുന്നത്. ആ മെൻ്റൽ ബോഡി ഉപയോഗിച്ച് നമുക്ക് മെൻ്റൽ വേൾഡിൽ സഞ്ചരിക്കാം. അപ്പോൾ മെൻ്റൽ വേൾഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ വീണ്ടും ക്ലാസ്സിലേക്ക് അതിലേക്ക് ഇപ്പോൾ പോകണ്ട. അപ്പം എല്ലാത്തിനും മനസ്സിലായി. അപ്പോൾ ഫിസിക്കൽ ബോഡിക്ക് ഫിസിക്കൽ വേൾഡ്, ആസ്ട്രൽ ബോഡിക്ക് ആസ്ട്രൽ വേൾഡ്, മെൻ്റൽ ബോഡിക്ക് മെൻ്റൽ വേൾഡ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റൽ ബോഡിക്ക് ശേഷവും പിന്നെയും ബിയോണ്ട് ബോഡീസ് ഉണ്ട്. അവിടേക്ക് നമുക്ക് ആക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്യണം. നമ്മൾ സ്പിരിച്വൽ അപ്ഗ്രേഡ് ആണ്. ഒന്ന് ഇൻഡ്യൂഷണൽ വേൾഡ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഇൻഡ്യൂറ്റീവാണ്. അവർക്ക് പല കാര്യങ്ങളും നടക്കുന്നതിന് മുന്നേ അവർക്ക് അത് പറയാൻ പറ്റുമോ, അങ്ങനെ എന്തോ ഒരു എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു. അതൊക്കെ തന്നെ ഇൻഡ്യൂഷണൽ ബോഡിയായിട്ട് കണക്ട് ആണ്. ഇൻഡ്യൂഷണൽ ബോഡി നമുക്കുണ്ട്, പക്ഷേ ഇൻഡ്യൂഷണൽ ബോഡി അത്ര നമുക്ക് ആക്സസിബിൾ അല്ല പലർക്കും. പക്ഷേ ഇൻഡ്യൂഷണൽ ബോഡി ഉണ്ട്. അതിന് ശേഷം ഒരു സ്പിരിച്വൽ ബോഡി ഉണ്ട്. അതിന് ശേഷം ഒരു മൊണാഡിക് ബോഡി ഉണ്ട്. അതിൻ്റെ പക്ക ഡിവൈൻ, അങ്ങനത്തെ കുറേ ബോഡീസ് നമുക്കുണ്ട്. ആ ബോഡീസ് ഉപയോഗിച്ച് പല 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 വേൾഡ് നമുക്കുണ്ട്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്ന സമയം, നമ്മൾ ഹയർ വേൾഡിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫിസിക്കൽ ബോഡി നമുക്ക് തരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് എത്തറിക് സെൻറ്റേഴ്സ് നമുക്ക്, എത്തറിക് സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ചക്രാസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ചക്രാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ ചക്രാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് 100-ലധികം ചക്രാസ് ഉണ്ട്. അതിന് മെയിൻ ചക്രാസ് 7 ചക്രാസ് ആണ് പറയുന്നത്. പിന്നെ മെയിൻ ചക്രാസ് 11 ചക്രാസ് ആണ് ഇറ്റാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ ആ ചക്രാസും ആ ഫിസിക്കൽ ബോഡിയും നമുക്ക് തന്നിട്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏതൊരു മനുഷ്യൻ ജനിക്കുകയാണെങ്കിൽ അവർക്ക് ഈ 2 സംഭവം കിട്ടും. അങ്ങനെ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ എത്തിയാൽ തന്നെ നമ്മൾ ആ ഹയർ വേൾഡായിട്ട് നമ്മൾ ഡിസ്കണക്റ്റഡ് ആവുന്നില്ല. അതിലേക്കുള്ള കണക്ഷൻ അപ്പോഴും ഉണ്ട്. പക്ഷേ ഇവിടെ ഫിസിക്കലായിട്ടുള്ള മെറ്റീരിയൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, എല്ലാം മെറ്റീരിയലൈസേഷൻ, പുതിയ ഡ്രസ്സ്, പുതിയ ഫാഷൻ സെൻസ്, പുതിയ സിനിമ, ഇത് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ ജോലി, പണം, ആരും ഭയങ്കരമായ മെറ്റീരിയലിസ്റ്റിക് ലോകത്തിൽ. കാരണം ഈ ഒരു ടൈമിൽ ഇപ്പം നമ്മൾ വളരെ ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ ഉണ്ട്. അതിൽ മനുഷ്യന്മാർക്ക് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റിയ ഹിസ്റ്ററി തന്നെ ഒരു 1000s ഓഫ് ഇയേഴ്സ് നമുക്ക് ആക്സസ് ഉള്ളൂ. അപ്പം ആ മില്യൺസ് ഓഫ് ഹിസ്റ്ററിയിൽ ഈ ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് മെറ്റീരിയലിസം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പം ആ ഒരു സംഭവം അതിനെ വെറുതെ പറയില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം വരുന്ന നമ്മുടെ സെഷൻസിൽ വരും, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പീരീഡ് ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അധികം ആൾക്കാർക്കും സ്പിരിച്വാലിറ്റി എന്നൊരു സംഭവം ഇത് ഒരു ഫാൻറ്റസിയാണ്, അത് അങ്ങനെ ഒരു സംഭവം, ദൈവമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്കണക്ഷൻ വരെ സംഭവം. കാരണം ഫുള്ളി മെറ്റീരിയലിസ്റ്റിക് ആവുന്നതുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ എന്ന് പറയുന്ന സംഭവം അത് സ്പിരിച്വലും അത് നമ്മുടെ സോൾ ലെവലുമായ സംഭവമാണ്. കാരണം ഇതൊരു മായയാണ്. ഇതെന്തായാലും ഇപ്പം കുറച്ച് പ്രായം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിസിക്കൽ ബോഡി അവിടെ തീർന്നത്, അത് ടെമ്പററി മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ഫിസിക്കൽമായിട്ടുള്ള സംഭവം നമ്മുടെ പെർമനൻറ്റ് ലോകമാണെന്നും സ്പിരിച്വൽ പരമായിട്ടുള്ള സംഭവം അത് വെറുതെ ഒരു ഫാൻറ്റസി മാത്രമാണ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്.
ഒരു ഡിസ്കണക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ചോദ്യങ്ങളില്ല. അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ വന്നത്? നമ്മളിവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ പ്ലെയിനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവല്യൂഷൻ സാധ്യമാകും. അത് അതിൻ്റെ ഒരു സ്റ്റേജാണ്. നമ്മളിവിടെ എത്തി ഇവിടുന്ന് കാര്യങ്ങൾ പഠിച്ച് ഈ സ്റ്റേജ് നോക്കി ഇവിടുന്ന് മരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നോക്കി നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ ഗുഡ് കർമാസ് ഉണ്ടാക്കി, എന്തൊക്കെ പുതിയ ക്വാളിറ്റീസ് പഠിച്ചു, ഇനിയും കുറേ ക്വാളിറ്റീസ് പഠിക്കാണ് വീണ്ടും ഫിസിക്കൽ. അപ്പം അതാണ് നമ്മുടെ ഒരു ലോ ഓഫ് റീഇൻകാർണേഷൻ എന്ന് വേണം പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ എത്തിയതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഒന്നെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ കർമ്മ. ഈ രണ്ട് സംഭവം കാരണമാണ് നമ്മളിവിടേക്ക് എത്തുന്നത്. അപ്പോൾ കർമ്മ മാക്സിമം കുറയ്ക്കുക, ഒരു കർമ്മയിൽ മാക്സിമം പ്യൂരിഫിക്കേഷൻ നടത്തുക, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഈ രണ്ട് സംഭവമാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹ്യൂമൻ സോളിന് ഒരു എവല്യൂഷൻ, ഒരു എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് സംഭവിക്കുന്നത്. അങ്ങനെ ആ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ വേൾഡിലാണെങ്കിലും നമ്മൾ ഹയർ വേൾഡൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ അത്രയും ഡെവലപ്പ് ആവാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ ഈ ഹയർ വേൾഡ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ അത് പറഞ്ഞത്, നമ്മൾ ടെലിസ്കോപ്പിലേക്ക് നോക്കി ഹയർ വേൾഡ് എവിടെയെന്നുള്ള സംഭവമല്ല. അത് നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്ത് നമ്മൾ എക്സ്പാൻഡ്, നമ്മൾ സ്പിരിച്വലി പവർഫുള്ളായി വരുന്ന സമയത്ത് ആസ്ട്രൽ വേൾഡ്, മെൻ്റൽ വേൾഡ്, ഇൻഡ്യൂഷണൽ വേൾഡ്, ഇത് നമുക്ക് ആസ്ട്രൽ സെൻസ്, മെൻ്റൽ സെൻസ്, ഇൻഡ്യൂഷണൽ സെൻസ് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹയർ വേൾഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ പോയിന്റിൽ വി ആർ ജസ്റ്റ് പ്രിസണേഴ്സ് ഓഫ് അവർ ഫിസിക്കൽ സെൻസസ്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സെൻസസ് ഇത് മാത്രമാണ് ശരി, നമ്മുടെ റിയാലിറ്റി ഇത് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലേക്ക് ഒരു പ്രാണിക്ക് ഹീലിംഗ് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നം അതൊക്കെ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ എത്രയ്ക്ക് എന്താണ് ഈ സംഭവങ്ങൾ എന്താണ് ഓറെങ്ങനെ സെൻസ് ചെയ്യുന്നത് കൈ കിട്ടുന്ന പരിപാടിയാണ്. അതിപ്പം നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്ത്, ഒരുപാട് ആൾക്കാർ ആ ഒരു മിറാക്കിൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കർമ്മയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും, നമുക്ക് കോൺഷ്യസ്നെസ്സിന് എക്സ്പാൻഷൻ ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അതിയായ സന്തോഷം, അതിപ്പോൾ ആ ഒരു സക്സസ് ആ ലെവലിലേക്ക് എത്തുന്ന സമയത്താണ്. ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പാസ്റ്റ് കർമ്മ മെച്യൂർ ആയിരിക്കുന്നു. ആ ഒരു സംഭവത്തിൻ്റെ ഒരു സുനാമിയാണ് നിങ്ങളുടെ ലൈഫിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാ കുറച്ചും കൂടി ചാരിറ്റി ആർക്കെങ്കിലും ചെയ്യുക. ചാരിറ്റിക്ക് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത ലെവലിലേക്ക് നിങ്ങൾ അത്രയും അടി കെട്ടി നിൽക്കുന്ന ലെവലാണ് നിങ്ങൾ സർവീസ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ അതിന് സമയം മാറ്റി വെച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കാരണം കർമ്മയുടെ ആ ഒരു താണ്ഡവത്തിലാണിപ്പോൾ, അത്രയും ഒരു ഡൗൺ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അപ്പം അതിന്ന് എങ്ങനെയെങ്കിലും ആ സ്റ്റേജിൽ തന്നെ ഒന്ന് പിടിച്ച് നിൽക്കണം. കാരണം ഒന്നെങ്കിൽ ആ സ്റ്റേജിൽ നമ്മൾ അനുഭവിച്ച് ആ കർമ്മം വേണം ന്യൂട്രലൈസ് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചാറ്റി മറ്റു കാര്യം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കർമ്മ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസിയാണ്, ഒരു ഗുഡ് കർമ്മ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഒരുപാട് ഗുഡ് കർമ്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വലിയൊരു അടി കിട്ടുന്ന സമയത്ത് അത് കുറഞ്ഞു പോവും. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ലൈഫിൽ കാണുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പ്രശ്നങ്ങൾ വരുന്ന സ്ഥിതി അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സന്തോഷം, ജോയ്. അപ്പോൾ അതും കർമ്മിക്ക് തന്നെയാണ്. നിങ്ങൾ പണ്ട് ചെയ്ത നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ഗുഡ്നെസ് അതും മെച്യൂറായിരിക്കുന്നു. അത് മെച്യൂറായിട്ട് അത് മെറ്റീരിയലൈസ് ചെയ്യുന്നു. അതും ഒരു കർമ്മിക് സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുന്നോ, വാട്ട് ഈസ് സോ യു വിൽ റീപ്പ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ആ സക്സസ്, ആ സന്തോഷം അനുഭവിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നും പറയാം. അപ്പോൾ അതൊക്കെയാണ് കർമ്മനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറയാം. നമുക്ക് വളരെ എക്സ്പാൻഡ് ചെയ്ത് ഇനിയും പറയാൻ അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ സബ്റ്റിൽ വേൾഡ്സ് എന്ന് പറയും. സബ്റ്റിൽ വേൾഡ്സ് എന്ന് പറഞ്ഞാൽ സബ്റ്റിൽ ബോഡി ഉണ്ട്. അത് നമ്മളെ ഫിസിക്കൽ ബോഡി, സബ്റ്റിൽ ബോഡി നമ്മൾ പറയാറുണ്ട്, സൂക്ഷ്മ ശരീരം എന്നൊക്കെ പറയും. അതുപോലെ സബ്റ്റിൽ വേൾഡ് ഉണ്ട്. സബ്റ്റിൽ വേൾഡ് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലിന് ബിയോണ്ട് ആയിട്ടുള്ള ആസ്ട്രൽ, മെൻ്റൽ വേൾഡ് തന്നെ രണ്ട് രീതിയിൽ പറയും, ലോവർ മെൻ്റലും അപ്പർ മെൻ്റലും. അപ്പോൾ അതുവരെ എത്തുന്ന വേൾഡുകളെല്ലാം നമ്മൾ സബ്റ്റിൽ വേൾഡിൽ പെടുന്നതാണ്. അതിൻ്റെ മുകളിൽ ഒരു വേൾഡ് അതാണ് ഫിയറി വേൾഡ്. ഇതൊക്കെ പുതിയ ടേംസ് ആയിരിക്കാം, ഫിയറി വേൾഡ് എന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്താൽ മതി, കുറച്ചും കൂടി അതിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ അതിൽ പറയുന്നത് തന്നെ ഹയർ മെൻ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, എല്ലാ റിലീജിയനും സ്വർഗം എന്നൊക്കെ പറയുന്ന ഹെവൻ എന്ന് പറയുന്ന സംഭവമാണ് ഹയർ മെൻ്റലിന് ബിയോണ്ട് ആയിട്ട് ഇൻഫിനിറ്റി വരെ പോകുന്ന ആ ഒരു സംഭവം, ആ ഒരു വേൾഡിനെയാണ്, ആ വേൾഡുകൾ ആണ് സത്യം പറഞ്ഞാൽ ഹയർ വേൾഡ് അല്ലെങ്കിൽ ഫിയറി വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു
ഈ ഒരു നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോളാണ്. ഇപ്പോൾ സോളിന് നമുക്ക് ഞാൻ പറഞ്ഞു ഫിസിക്കൽ ബോഡിയിൽ ഒരുപാട് നമ്മൾക്കറിയാത്ത ഓരോ നാച്ചുറൽ സംഭവം, ഓരോ ഹാബിറ്റ്സ് മറ്റു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇമോഷണൽ ബോഡിയിലും ഒരുപാട് സംഭവം. അപ്പോൾ അറിയുന്ന ആൾക്കാരാണ് ഒരുപാട് കരഞ്ഞ് അത് ഓരോരു ക്വാളിറ്റി ആയിട്ട് ആ ഇമോഷണൽ ബോഡി സ്ട്രോങ് ആയി. മെൻ്റൽ ബോഡി തന്നെ ചില ആൾക്കാരെ തിങ്കിങ് തോന്നുന്നു, ചില ആൾക്കാർ നെഗറ്റീവ് മാത്രമേ ചിന്തിക്കുള്ളൂ, ചില ആൾക്കാർ ഓവർ തിങ്കിങ് മാത്രം വെറുതെ ആങ്സൈറ്റി അടിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ രീതി ബിൽഡ് ചെയ്തിട്ട് അവരൊരു മെൻ്റൽ ബോഡിയും അങ്ങനെ ഓരോ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. പക്ഷേ വല്ലാണ്ട് ഇതിൽ ഡോമിനേഷൻ വരുന്ന സമയത്ത് നമ്മുടെ സോൾ എന്ന് പറഞ്ഞ ക്വാളിറ്റി അവിടെ കുറയലും ഈ സംഭവം അത് അയാളായി മാറുകയും ചെയ്യുന്നു. ഈ ഫിസിക്കൽ ബോഡി, അസ്ട്രൽ ബോഡി, മെൻ്റൽ ബോഡി ഇവരെല്ലാവരും കൂടി ഈ ഒരു ക്യാരക്ടറിനെ സ്ട്രോങ് ആയിട്ട് അവിടെ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സോൾ ക്വാളിറ്റി അവിടെ കുറയുന്നതാണ് പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സംഭവത്തിനെയാണ് ഒരു ഈഗോ എന്ന് പറയുന്നത്. കാരണം അത് സോളല്ല, അത് ആ ഈഗോ ആണ് ആ ഒരു സംഭവം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളിൻ്റെ ലെവൽ പറഞ്ഞാൽ സോൾ എവല്യൂഷന് വേണ്ടി അറിയാലോ, സോൾ എവല്യൂഷന് വേണ്ടി വന്നതാണ്. എവല്യൂഷൻ കഴിഞ്ഞാൽ സോൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നവർക്ക് ഹയർ വേൾഡിലേക്ക് തന്നെ പോവാം. അപ്പോൾ സാധാരണ ഹ്യൂമൻ സോളിൻ്റെ മുകളിൽ ഒരു ഹയർ സോൾ ഉണ്ട്. ഹയർ സോളിൻ്റെ മുകളിൽ ഒരു ഡിവൈൻ സ്പാർക്ക്. അപ്പം ഹയർ സോളിന് മെച്യൂർ ആവണം, ഡിവൈൻ സ്പാർക്കിലേക്ക് എത്തണം. അപ്പോൾ ഹയർ സോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പഠിക്കാൻ എങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സോളിനെ താഴത്തേക്ക് വിടുന്നത്. ഇപ്പോൾ ഹയർ സോളിന് പേഷ്യൻസ് പഠിക്കണം എന്ത് ചെയ്യും, തീരെ പേഷ്യൻസ് ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. അത്രയും പേഷ്യൻസ് പരീക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു വീട്ടിലേക്ക് നമ്മൾ സോളിനെ വിടും. അവിടെ നമ്മൾ അനുഭവിച്ച് ഒന്നുകിൽ അത് കച്ചറുണ്ടാക്കി ഒന്നും കൂടി കർമ്മം കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്ത് നമുക്കൊരു പേഷ്യൻസ് വരും. ആ ക്വാളിറ്റി ആ മരിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു പുതിയ ക്വാളിറ്റി അവിടെ സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത് പഠിക്കാനുള്ളത് എന്താണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു റീഇൻകാർണേഷൻ ലൂപ്പിൽ പെടുകയാണ്. അപ്പോൾ സാധാരണ ഹ്യൂമൻ സോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹയർ സോൾ, അതിൻ്റെ മുകളിൽ ഡിവൈൻ സ്പാർക്ക്. ഈ ഡിവൈൻ സ്പാർക്ക് ആവണം കംപ്ലീറ്റ്ലി, അതാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്, ആ ലെവലിലേക്ക് എത്തുന്നത്. അപ്പം സോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പിംഗ് ഡിവൈൻ സ്പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദൈവം എന്ന് പറഞ്ഞ സംഭവം, ദൈവത്തിൻ്റെ ഒരു സ്പാർക്കാണ് ഡിവൈൻ സ്പാർക്ക്. അപ്പോൾ അതാണ് എല്ലാവരും പറയുക അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയുന്ന സംഭവം അതാണ്. ആ ഒരു ദൈവത്തിൻ്റെ അത്രയും പക്ക ഒരു ക്വാളിറ്റി ഉള്ളൊരു ഡിവൈൻ സ്പാർക്കാണ് നമ്മൾ. പക്ഷേ ആ ഒരു പെർഫെക്ഷൻ നമുക്കിപ്പം ഇല്ല. അപ്പം അതിൻ്റെ ഒരു ഡൗൺവേർഡ് വേർഷൻ ഹയർ സോൾ എത്തി, അതിൻ്റെ ഡൗൺവേർഡ് വേർഷൻ ഒരു ഹ്യൂമൻ സോളായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഓരോ റീഇൻകാർണേഷൻ ഇത് മില്യൺസ് ഓഫ് ലൈഫ്സിൻ്റെ ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഓരോ ലൈഫിലും പഠിച്ചു ചില ലൈഫ് തന്ന് വെറുതെ ആവാനല്ല, കുറച്ച് പരദൂഷണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവും. പക്ഷെ അല്ലാത്ത പക്ഷം അത് പഠിച്ച് നമ്മൾ ഓരോ ജന്മവും ഡെവലപ്പായി അവസാനം ഡിവൈൻ സ്പാർക്കിലെത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോളി മാസ്റ്റർ ആ ലെവലിൽ പിന്നെ കൂടെ. അപ്പോൾ ഫോർത്ത് ഇനീഷ്യേഷൻ വെച്ചിട്ട് എൻലൈറ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു റീഇൻകാർണേഷൻ്റെ പരിപാടി സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇത് ബിയോണ്ട് കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള പരിപാടി. പക്ഷെ ആൾക്കാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹയർ വേൾഡോ ഇങ്ങനത്തെ റെവല്യൂഷൻ ഇതിനെക്കുറിച്ചൊന്നും ആൾക്കാർക്ക് വലിയൊരു അവയർനെസ് സത്യം പറഞ്ഞാൽ ഇല്ല. അവരെ സംബന്ധിച്ചോളം ഇതാണ് നമ്മുടെ ഹോം, നമ്മുടെ സ്വന്തം സ്ഥലം, നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മുടെ ഹോം തന്നെ പറയാം. നമ്മൾ അത്രയും പേഴ്സണൽ സ്പേസിനാണ് നമ്മളത് പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം, എർത്ത് ഇസ് അവർ ഹോം. സത്യം പറഞ്ഞാൽ എർത്തല്ല നമ്മുടെ ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഹയർ വേൾഡാണ്. നമ്മളിവിടെ വന്നത് ഒരു എവല്യൂഷന് വേണ്ടി കുറച്ച് കാലത്തേക്ക് മാത്രമാണ്. ആ എവല്യൂഷൻ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ഹയർ വേൾഡിലേക്ക് തന്നെ തിരിച്ചു പോകും. അവിടെയാണ് ഇഷ്ടംപോലെ പണിയുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഹയർ സേജസ് എന്നൊക്കെ പറയും, വലിയ ആത്മീയമായ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ റീഇൻകാർണേഷൻ വരുമ്പോൾ തന്നെ സത്യമാണ് ഒരു ഭയങ്കര ലോൺലിനെസ് അടിക്കാന്നൊക്കെയാണ് പറയാം. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാലും അത്രയും ഹയറായി നിൽക്കുന്ന സേജസ് ഒരു ഡബിൾ ലൈഫ് ഇവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് പറയാം. കാരണം ഇവിടെ ഒരു സർവീസ് ചെയ്യുന്നു, സ്പിരിച്വാലിറ്റിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യത്തിലൊക്കെ എല്ലാ സർവീസും ഇവിടെ ചെയ്യുന്നുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ കണക്ഷൻ സ്ട്രോങ് ആണ് ഹയർ വേൾഡിലേക്കുള്ളത്. നമുക്കറിയാം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്. പക്ഷെ അവർക്കൊക്കെ ഉണ്ടല്ല, അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് അവർ വീണ്ടും ഉറങ്ങുന്ന സമയത്ത് ഹയർ വേൾഡിലേക്ക് പോകും. അവിടെയും സർവീസും ലോകത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അപ്പം ഭൂമിയിലേക്ക് വരുന്നത് ഇതുപോലെ മിഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള മിഷനായിട്ട് വരും. അല്ലെങ്കിൽ നമ്മളെപ്പോലെ കുറേ കർമ്മങ്ങളുണ്ട്, കർമ്മ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും പറ്റും. അങ്ങനെ ഏതൊരു പോയിൻ്റാണോ നമ്മൾ പൂർണ്ണമായിട്ട് കർമ്മ ക്ലിയർ ആക്കുന്നത്, ഏതൊരു പോയിൻ്റിലാണോ നമ്മുടെ ഡിസയർ എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന ഡിസയറിന് ബിയോണ്ടായിട്ട് നമ്മൾ പോകുന്നത്, അപ്പോഴാണ് ഈ ലോ ഓഫ് റീഇൻകാർണേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നത്.
അപ്പോൾ ഇനിയുള്ള പ്രധാന ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഹയർ വേൾഡിലേക്ക് എത്താം. ഹയർ വേൾഡിലേക്ക് എത്താൻ വെച്ചാൽ ഈ ഗ്രേറ്റ് ടീച്ചിങ്സിലൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ വേൾഡിനോട് അപാരമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ വേൾഡിലേക്കുള്ള കണക്ഷൻ കിട്ടുന്നു, നമ്മളവിടെ പോകാൻ പറ്റുന്നതാണ്, നമുക്ക് ആക്സസ് അവിടെ കിട്ടും. പക്ഷേ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹയർ വേൾഡ്സിനെ കുറിച്ച് അറിയണം. അതാണിപ്പം ഇവിടെ ഞാൻ തുടക്കം കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. എന്തൊക്കെയാണ് ഹയർ വേൾഡ്, എന്താണ് അവിടുത്തെ പരിപാടി, സ്പിരിച്വൽ ഹയറാർക്കി എന്ന് പറഞ്ഞ പരിപാടി, അതെന്താണ് സംഭവം, സനത് കുമാര, അപ്പോൾ ഇവരൊക്കെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അങ്ങനെ ഒരു ലോകമുണ്ടോ. അപ്പം അത് വളരെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയ സംഭവമാണ്. ഒരുപാട് ഇൻഫോർമേഷൻസ് എനിക്ക് തോന്നുന്നില്ല പബ്ലിക്കിന് അത്ര അവൈലബിൾ ആണ് ഈ സംഭവങ്ങളൊന്നും. അപ്പോൾ അങ്ങനത്തെ ടീച്ചിങ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്രിയായോഗ ആണെങ്കിലും അഗ്നിയോഗ സൊസൈറ്റി, തിയോസഫി, ആലിസ് ബെയ്ലി ടീച്ചിങ്സ്, ഇപ്പം ഒരുവിധം അസ്റ്റാര, അപ്പോൾ എല്ലാത്തിനും ഈ സംഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് സാധാരണക്കാരിലേക്ക് അങ്ങനെ എത്താൻ എന്താ അറിയില്ല, അത്രയും ഇതായിട്ട് എത്തുന്നില്ല. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു തുടക്കം മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ വേൾഡ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തിന് അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, എന്താണ് ഈ സംഭവം, എന്താണ് ഹയർ, അതിനെക്കുറിച്ചൊരു സ്പാർക്ക് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഹയർ വേൾഡിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സാക്രിഫിഷ്യൽ സർവീസ്. കാരണം എല്ലാവരും ഇപ്പം തന്നെ അറിയാലോ, നമുക്ക് വേണ്ടി നമ്മളെ കാര്യങ്ങൾ അത് അങ്ങനെ നിൽക്കുന്ന ഒരു ലോകത്ത് സാക്രിഫിഷ്യൽ സർവീസ് എപ്പോഴൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, അതിലിപ്പം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഏറ്റവും ടോപ്പായി പറയുന്നത് സാക്രിഫിഷ്യൽ സർവീസ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹയറാർക്കി നിങ്ങൾ നോട്ട് ചെയ്തിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ സംഭവവും റെക്കോർഡിക്കലാണ്, ആകാശിക് റെക്കോർഡ്സ് എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാലോ, അതാണ് സംഭവം. അപ്പം പിന്നെയുള്ള വെച്ചാൽ വെർച്യൂസാണ്. വെർച്യൂസൊക്കെയാണ് നമ്മൾ കഷ്ടപ്പാട് നിൽക്കുന്നറിയോ, നമ്മൾ ഈ കയ്യിലിരിപ്പും സ്വഭാവമൊക്കെ വെച്ചിട്ട് പ്രശ്നമാണ്. പക്ഷേ നമ്മളല്ലേ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെർഫെക്ഷൻ ആവണമെന്ന്. പക്ഷേ ഞാൻ അത് പറയാൻ യോഗ്യനാണെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സർവീസാണ്, ചാരിറ്റിയാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യുക. അതന്നെ മതി. പ്രാക്ടീസ് നല്ല ചെയ്യുക, സ്പിരിച്വലി പവർഫുൾ ആവുക. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അപ്ഗ്രേഡ് നമുക്ക് വരാം. ഈ ഒരുവിധം ഉടായത് ഒരാളുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി. പിന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹയർ എനർജീസ് ആയിട്ട് കോണ്ടാക്ട് അങ്ങനെയും സംഭവിക്കാം. ചില ഹോളി മാസ്റ്റേഴ്സ്, ഗ്രേറ്റ് വൺസ്, ഇപ്പോൾ പ്ലാനിറ്ററി ലോഗോസ്, സോളാർ ലോഗോസ്, ഗാലക്റ്റിക് ലോഗോസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ദൈവങ്ങൾ തന്നെ പല അങ്ങനെയുള്ള അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു മാനുവൽ. അപ്പോൾ സുപ്രീം കോഡ് എന്നൊരു ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. കറണ്ട് പോയിരിക്കുന്നു കൈസാരല്ലേ, നമ്മൾ നിർത്തുന്നില്ല. അപ്പോൾ സുപ്രീം കോഡ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് എല്ലാം എന്ന് പറയാം. അപ്പോൾ വെച്ചാൽ അതിൽ ഓരോ ഇതുണ്ട്. കാരണം നമ്മുടെ അതിൻ്റെ ഒരു ഗാലക്റ്റിക് വേർഷൻ, ഒരു ഗാലക്സി വേർഷൻ, ഒരു ഗാലക്റ്റിക് ഒരു ദൈവം, അതിൻ്റെ ഒരു സോളാർ, അതിൻ്റെ ഒരു പ്ലാനറ്ററി. അപ്പം നമ്മൾ പറയുന്നത് എല്ലാം വെള്ളമായിക്കോട്ടെ എല്ലാവരും ആ ഒരു ഡിവിഷനിലാണ് വരുന്നത്. അപ്പം ബ്രഹ്മ, ശിവ, വിഷ്ണു, ബ്രഹ്മ എന്നൊക്കെ പറയുമ്പോൾ പ്ലാനറ്ററി ശിവ ഉണ്ട്, സോളാർ ശിവ ഉണ്ട്, ഗാലക്റ്റിക് ശിവ ഉണ്ട്. അപ്പം അതൊക്കെ കുറച്ചും കൂടി IRT ചെയ്ത് പറയുമ്പോൾ പറയാം. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം അവരോടുള്ള കോണ്ടാക്ട്, അവരോടുള്ള ആ ഒരു എനർജീനോട് റെസപ്റ്റീവ്നെസ്, അത് നിങ്ങൾ സാച്ചുറേറ്റ് ചെയ്യുക. അത് നിങ്ങളിൽ നിന്ന് ആ ഒരു റേഡിയേഷൻ പരത്തുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് ഹയർ വേൾഡിലേക്കുള്ള ആക്സസ് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഹയർ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലൂസിഫറിൽ പറഞ്ഞ പോലെ ഇസ്ലാമിൽ ഇവൻ ഇബ്ലീസ്, അങ്ങനെ ആ സംഭവം ഉണ്ടല്ലോ. അതുപോലെ ഹയർ വേൾഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ടത് ഹെവൻ, ഒരു പാരഡൈസ്, നിർവാണ, ബ്ലിസ്, റിലം ഓഫ് ഏഞ്ചൽസ്, റിലം ഓഫ് ആർക്കേഞ്ചൽസ്, റിലം ഓഫ് ദേവാസ്, അങ്ങനെ പല ടൈംസിൽ ഈ ഹയർ വേൾഡ്സ് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത് വെച്ച് നിർത്താം. അപ്പോൾ തന്നെ വളരെ ലെങ്തി ആയി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഈ വീഡിയോ വരെ കാണുകയാണെങ്കിൽ. അപ്പം എന്തെങ്കിലും കമൻസ് ആയിട്ട് അറിയിക്കാം. അതിൻ്റെ കണ്ടിന്യൂഷൻ, അതിനുള്ള ക്ലാരിഫിക്കേഷൻ എല്ലാമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം സംഭവം ഇത് സ്പിരിച്വാലിറ്റി സീരിയസ് ആയി എടുക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്, ബേസിക്സ് അല്ല, പാടാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർ വരട്ടെ, നല്ല പവറാവുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും കാണാം, വീണ്ടും സന്ധിക്കും വരെ വണക്കം.